വളരെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ മോശെ എന്ന പേരിൽ ഒരു കുഞ്ഞ് ജനിച്ചു. അതേസമയം അവന്റെ ജനങ്ങളായിരുന്ന ഇസ്രായേലിയർ വളരെ കഷ്ടപ്പെടുകയായിരുന്നു. ഈജിപ്തിലെ രാജാവായിരുന്ന ഫറവോ ഇസ്രായേലിയർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്യുന്നത് കണ്ട് ഭയപ്പെട്ടു ഒരു ദുഷ്ട നിയമം കൊണ്ടുവന്നു. എല്ലാ ഇസ്രായേൽ കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ടുവന്ന് കൊന്നുകളയണം. പക്ഷേ മോശയുടെ അമ്മ അവനെ സുരക്ഷിതമാക്കാൻ ഒരവസരം നോക്കി ധീരമായ ഒരു പദ്ധതി ആലോചിച്ചു. അവൾ മോശയെ ഒരു കൊട്ടയിലിട്ടു. അത് നൈൽ നദിയുടെ കരയിലുള്ള ചെടികളിൽ മറച്ചുവെച്ചു. ഫറവോയുടെ മകൾ അവിടെ എത്തി. അവൾ നദിയിൽ കുളിക്കുമ്പോൾ കരയുന്ന കുഞ്ഞിനെ കണ്ടു. അവൾക്ക് കരുണ തോന്നി. അവനെ പരിപാലിക്കാനായി തീരുമാനിച്ചു. മോശ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർന്നു. എങ്കിലും അവനൊരു ഇസ്രായേലിയൻ ആയിരുന്നു. മോശ വളരുന്നതിനിടെ ഫറവോ എത്രത്തോളം ഇസ്രായേലിയരെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് അവൻ കണ്ടു. ഇസ്രായേലികളെ കഠിനമായി പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തത് മോശയെ ദുഃഖിപ്പിച്ചു. ഒരു ദിവസം ഒരു ഈജിപ്ഷ്യൻ പടയാളി ഒരു ഇസ്രായേലി അടിമയെ അടിക്കുന്നത് കണ്ടപ്പോൾ മോശ ആ പടയാളിയെ കൊന്നു. ഈ സംഭവം കാരണം മോശ ഈജിപ്തിൽ നിന്നും ഓടിപ്പോയി ദൂരെ മറ്റൊരു സ്ഥലത്ത് പല വർഷവും താമസിച്ചു. ഒരു ദിവസം അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു. ദൈവം തീയിൽ നിന്ന് മോശയുമായി സംസാരിച്ചു. പക്ഷേ ആ തീ കരിഞ്ഞു പോകുന്നില്ലായിരുന്നു. ദൈവം മോശയോട് ഈജിപ്തിലേക്ക് തിരികെ പോകാനും ഫറവോയോട് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ അഭ്യർത്ഥിക്കാനും പറഞ്ഞു. ഫറവോ മോശയുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ ദൈവം ഫറവോയെ വിശ്വസിപ്പിക്കാൻ 10 പീഡകൾ അയച്ചു. എല്ലാ സ്ഥലങ്ങളിലും തവളകൾ, കീടങ്ങൾ, കൂടാതെ പകൽ സമയത്ത് ഇരുട്ട് ഉണ്ടായി. ഒടുവിൽ ഫറവോ ഇസ്രായേലിനെ മോചിപ്പിക്കാൻ സമ്മതിച്ചു. മോശ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് നയിച്ചു. പക്ഷെ അവരുടെ യാത്ര പൂർത്തിയായിരുന്നില്ല. അവർ ചെങ്കടലിന്റെ അടുത്തെത്തിയപ്പോൾ ഫറവോ തന്റെ മനസ്സ് മാറ്റി. തന്റെ സൈന്യവുമായി അവരെ പിന്തുടർന്നു. പക്ഷെ മോശ ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ തന്റെ കൈ നീട്ടി കടൽ രണ്ടായി പിളർന്നു. ഇസ്രായേലിയർ വറ്റിയ പാതയിലൂടെ നടന്നു. അവർ സുരക്ഷിതരായ ശേഷം കടൽ പഴയ നിലയിലായി. അവരെ പിന്തുടരാൻ കഴിയാതിരുന്നതിനാൽ മോശയും ഇസ്രായേലരും ഒടുവിൽ സ്വതന്ത്രരായി. അവർ സീനായ് എന്നൊരു മലയിലേക്ക് ദീർഘനേരം യാത്ര ചെയ്തു. അവിടെ ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകി. അവ എങ്ങനെ ജീവിക്കണമെന്നും പരസ്പരം ദയവും നീതിയുമുള്ളതിന്റെ പ്രാധാന്യവും കാണിച്ചു കൊടുക്കുന്നതായിരുന്നു. മോശയുടെ ജീവിതം സാഹസങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞതാണ്. കൊട്ടയിൽ ജനിച്ചു വളർന്ന കുഞ്ഞായിരുന്ന മോശ തന്റെ ജനങ്ങളെ സ്വാതന്ത്ര്യം കണ്ടെത്താൻ നയിച്ച വലിയൊരു നേതാവായി. മോശ തന്റെ ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ സഹായിച്ചു. അവരെ ദയയും നീതിയുമുള്ളവരായി ജീവിക്കാൻ പഠിപ്പിച്ചു.